ആക്രി തറവാട് പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ ആക്രി തറവാട്. മഹാവിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്താണ് മറിയയും പവിത്രയും കണ്ടുമുട്ടുകയും കൂട്ടുകാരികളാവുകയും ചെയ്തത്. ഒരുപാട് തവണ മറിയയുടെ നാട്ടിലേക്ക് പവിത്ര പോയിട്ടുണ്ട്. അവളുടെ അമ്മ ഉണ്ടാക്കുന്ന കപ്പയും മീനും പവിത്രയ്ക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ പവിത്രയുടെ നാട്ടിലേക്ക് മറിയ ഒരിക്കലും പോയിട്ടില്ല. ഉപ്പുരസമുള്ള കടൽക്കാറ്റ് നിരന്തരം മുഖത്തടിക്കുന്ന ചൂടുള്ള അന്തരീക്ഷത്തിൻ്റെ വിരസതകൾക്കിടയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ നാട്ടിലെ ശുദ്ധജലത്തെക്കുറിച്ചും ഉയരം കുറഞ്ഞ മാവുകളെക്കുറിച്ചും ഓളരഹിതമായ കുളങ്ങളെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചുമൊക്കെ വിപ്ലവകാരിയായ പവിത്ര പറയുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാത്ത മറിയയ്ക്ക് ഒരിക്കലെങ്കിലും തോടിയുടെ നാട് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ പഠിക്കുന്ന കാലത്ത് അതൊന്നും നടന്നില്ല. മിന്നൽ പോലെയല്ലേ അതൊക്കെ നടന്നത്. വഴിയമ്പലത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആയിരുന്നല്ലോ അപ്രതീക്ഷിതമായി വിപ്ലവകാരി വന്ന് വാതിൽക്കൽ മുട്ടിയിട്ട് പറഞ്ഞത്, നാളെയാണ് അവനെന്നെ കെട്ടുന്നത്. എനിക്ക് വേണ്ടി ഒപ്പിടേണ്ടത് നീയാണ്. എടി, നീ എന്ത് ഭ്രാന്താ പറയുന്നത്? വേറെ ആർക്കും അറിയത്തില്ല. പുലർച്ചെ എണീറ്റോണം. ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. വിപ്ലവകാരിയായ തോഴിയുടെ ചില എടുത്തുചാട്ടങ്ങളോട് മറിയയ്ക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നുവെങ്കിലും തോഴിയോട് അനുസരണക്കേട് കാട്ടാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. കുറച്ചാളുകളുടെ സാന്നിധ്യത്തിൽ വെറും നാരങ്ങാ വെള്ളത്തിൻ്റെയും പഴത്തിൻ്റെയും സത്കാരത്തിലൊതുങ്ങിയ ആ വിപ്ലവവേളിയോടുകൂടി എല്ലാം തീർന്നില്ലേ? മേൽവിലാസം പോലും നേരെ പറയാതെയാണല്ലോ വിപ്ലവകാരനായ കാമുവിൻ്റെ കൂടെ ഉത്തരേന്ത്യയിലെ ഏതോ മൂലയിലേക്ക് ഒളിച്ചോടിപ്പോയത്. ആദ്യമൊക്കെ അവൾ എഴുതിയിരുന്ന കത്തുകൾക്കൊന്നും മറിയ മറുപടി എഴുതാറില്ലായിരുന്നു. ഭർത്താവിൻ്റെ അപകട വാർത്തയെ തുടർന്ന് അവൾ എഴുതിയ കത്തിനായിരുന്നു മറിയ ആദ്യമായി മറുപടി എഴുതിയത്. ഏതാണ്ട് ഒരു ദശകത്തിന് ശേഷം അവർ ഇന്ന് ഒന്നിക്കുവാൻ പോവുകയാണ്. എഴുതിയിരുന്നത് പോലെ തന്നെ കൃത്യനിഷ്ഠയോടെ കാത്തു നിന്നിരുന്ന പവിത്രയുടെ നയനങ്ങളെ ആരോ പുറകിൽ നിന്ന് വന്ന് പൊത്തി. കൈകൾ വിലക്കി തിരിഞ്ഞു നോക്കിയതും തോഴിയെ കണ്ടപാടെ പവിത്ര പൊട്ടിക്കരഞ്ഞു തുടങ്ങി. എടി, എന്തിനാ കരയുന്നേ? പോട്ട് ഞാൻ വന്നല്ലോ. കൂട്ടുകാരി സാന്ത്വനിപ്പിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴും പവിത്ര നിന്ന് കിതയ്ക്കുകയായിരുന്നു. നീ കരഞ്ഞാൽ ഞാനും കരയും. കൂട്ടുകാരിയുടെ ഗളം ഇടറവെ പവിത്ര സ്വയം നിയന്ത്രിച്ചു. തോഴിയുടെ ഈറൻ നയനങ്ങളെ തുടച്ച് കവിളിലൊരു ചുംബനവും നൽകി കൂന്തലിൽ തലോടിയ ശേഷം ഇരുവരും പരസ്പരം പുണർന്നപടി കുറേ നേരം നിശബ്ദം നിന്നു. ആ മൗന വിങ്ങലുകളിലൂടെ ഒരു ദശകത്തിൻ്റെ പല വികാരങ്ങൾ നിറഞ്ഞൊഴുകി. നീ ഒരുപാട് മാറിയല്ലോടി. പിന്നെ നീയോ? വിങ്ങലുകൾ ക്രമേണ പുഞ്ചിരികളും ശേഷം പൊട്ടിച്ചിരികളുമായി മാറി. വൃക്ഷഛായകൾ ഏറെ നിറഞ്ഞു നിന്നിരുന്ന പുറം കാഴ്ചകളിൽ കൗതുകത്തോടെ മുഴുകിയിരുന്ന മറിയയോട് ഒരുപാട് കഥകളുണ്ടായിരുന്നു പവിത്രയ്ക്ക് സംസാരിക്കുവാൻ. നിന്നെപ്പോലെ ഇരുന്നാൽ മതിയായിരുന്നു, പവിത്ര വ്യസനമറിയിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിനക്കറിയാമോ എത്ര പ്രേക്ഷകരാണ് നിനക്കുള്ളതെന്ന്? 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് വീട്ടുകാരെ ധിക്കരിച്ച് പുറത്തിറങ്ങിയ ആ ദമ്പതിമാരെ എൻ്റെ വിവരണങ്ങളിലൂടെ മാത്രമേ
അവരൊക്കെ കേട്ടിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ അവർക്ക് എപ്പോൾ കാണിക്കുമെന്ന് ദിവസവും ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാത്ത നാളില്ല, കൂട്ടുകാരി അറിയിച്ചു. കൂട്ടുകാരിയുടെ വാക്കുകളെ അത്ര എളുപ്പത്തിലല്ല പവിത്ര ഉൾവാങ്ങിയത്. തൻ്റെ വീട്ടിലേക്കുള്ള കവലയിൽ വണ്ടി നിന്നതും കൂട്ടുകാരിയുടെ കൈപിടിച്ച് പവിത്ര പുറത്തിറങ്ങി. അവിടെ ഒരു മാറ്റവും കാലം ഇതുവരെ വരുത്തിയിട്ടില്ല എന്നവൾക്ക് തോന്നി. പൊതുഗതാഗത വാഹനം അകലവേ അതിൻ്റെ ഇരച്ചിലില്ലാതായതും വീണ്ടും അവിടം മൂകത പരന്നു. എടി, ഈ നാടിനെയാണല്ലോ നീ കളഞ്ഞിട്ട് പോയത്. ആശ്ചര്യഭാവത്തിൽ സഖി അത് പറയവേ സഖാവിൻ്റെ നയനങ്ങൾ വീണ്ടും ചുവന്നു. നിശബ്ദരായി ഇരുവരും നടക്കവേ വഴിപോക്കനായ ഒരപ്പൂപ്പൻ തോഴിമോരാട് ആരാഞ്ഞു. ആരാ? അപ്പൂപ്പൻ എന്നെ മനസ്സിലായില്ലേ? ഞാനാ പവിത്ര, മഠത്തിൽ വീട്ടിലെ രാഘവൻ നായരുടെ മോള്. ആ, ഇപ്പം പിടികിട്ടി. ആക്രി തറവാട്ടിലെ കൊച്ചല്ലേ? അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛൻ പോയല്ലോ, അവൾ പതിഞ്ഞ സ്വരത്തിൽ അറിയിച്ചു. പോയോ? കൊള്ളാം. ഇതൊക്കെ ആരും അറിയുന്നു? എല്ലാവരും കളഞ്ഞിട്ട് പോവല്ലേ? അയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടന്നുപോയി. അയാളുടെ ശബ്ദത്തിൽ ക്രോധം നന്നേ നിറഞ്ഞിരുന്നു. ഇരുവരും മെല്ലെ നടക്കുമ്പോൾ മാന്തോപ്പിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതെന്താടി ആക്രി തറവാട്? മറിയ ആരാഞ്ഞു. ഞങ്ങളുടെ തറവാട്ടിലെ എൻ്റെ ഷെയറാ. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനത് വിറ്റു. അതിലിപ്പോൾ ഒരു ആക്രിക്കടയാ. വ്യസനത്തോടൊപ്പം കുറ്റബോധത്തോടെയും ലജ്ജയോടെയും പവിത്ര അറിയിച്ചു. അയ്യോ കഷ്ടം. ആ വീട് നിൻ്റെ അനിയന് തന്നെ കൊടുത്താൽ പോരായിരുന്നോ? എങ്കിൽ അവനൊരിക്കലും അത്. കൂട്ടുകാരി വാചകം പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ എനിക്ക് അവകാശമില്ലേ? വിപ്ലവകാരിയുടെ ശബ്ദമുയരവേ തോഴി തുടർന്നു. ഇങ്ങനെ അവകാശം സ്ഥാപിച്ചതിലും ഭേദം മര്യാദയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് സ്ത്രീധനവും മേടിച്ച് വേറെ ആരെയെങ്കിലും കെട്ടിയാൽ മതിയായിരുന്നു നിനക്ക്. കൂട്ടുകാരി ഒരു പരിഹാസം എടുത്തിട്ടു. അതിന് നിനക്കെന്താ കുഴപ്പം? വീണ്ടും പവിത്ര ക്ഷോഭിക്കവേ ഒരു സൗന്ദര്യ പിണക്കത്തോടെ മറിയ നിശബ്ദയായി നടന്നു. ഏറെ നേരത്തെ മൗനത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ പവിത്ര ചോദിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോയതല്ലേ? തോഴി അപ്പോഴും നിശബ്ദത തുടർന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോകും. പവിത്രയുടെ തൊണ്ടയിടറവേ ഒരു അനുരഞ്ജനമെന്നോണം മറിയ വീണ്ടും അവളുടെ കവിളത്ത് ഒരു ചുംബനം നൽകി. വിദൂരത്ത് നിന്ന് കശുവണ്ടി കത്തിക്കുന്ന മണം വന്നുകൊണ്ടിരുന്നു. നീലാകാശത്ത് തുമ്പികളും ചിത്രശലഭങ്ങളും പറന്ന് കളിച്ച് നടന്നിരുന്നു. അയ്യേ, എന്താടി? ദാ നോക്ക്. നഗ്നനായി കുളത്തിലേക്ക് എടുത്തു ചാടുന്ന പയ്യന്മാരെ മറിയ ചൂണ്ടിക്കാട്ടവേ പവിത്ര നിസ്സാരഭാവത്തിൽ പ്രതികരിച്ചു. ഇത്രയുള്ളോ? ഇതിവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. ആണോടി? പിന്നല്ലാതെ. ഇങ്ങനെയാണെങ്കിൽ നീ ഇന്നെങ്ങനെ എൻ്റെ കൂടെ കുളിക്കും? പാവാട മാത്രം നെഞ്ചോട്ട് ചേർത്ത് കൊടുത്താണ് ഇവിടെ ഇറങ്ങേണ്ടത്, പവിത്ര അഭിപ്രായപ്പെട്ടു. അയ്യേ, ഞാനില്ല, മറിയ ലജ്ജ അറിയിച്ചു. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. തോഴി വിടുന്ന ലക്ഷണമില്ല. അവരിരുവരുടെ പൊട്ടിച്ചെരുകളുടെ ഇടയിൽ വഴിക്ക് വെച്ച് വീണ്ടും മറ്റൊരു സ്ത്രീ അവരെ നോക്കി സംശയഭാവത്തിൽ നിന്നു. തലയിൽ കുട്ടയിൽ നിറയെ മാങ്ങയായിരുന്നു. ചെമ്പ് വീട്ടിലെ കാർത്തിയായനി അമ്മുമ്മയല്ലേ? എന്നെ മനസ്സിലായില്ലേ? പവിത്രയുടെ ചോദ്യം കേട്ട് സ്ത്രീ സംശയഭാവം തുടരവേ കൂട്ടുകാരി മറിയ അടുത്തു നിന്ന് വീണ്ടും ഒരു കുസൃതി എടുത്തിട്ടു. ആക്രി തറവാട്ടിലെ കൊച്ച?
ആ പരിചയപ്പെടുത്തൽ കേട്ടപാടെ സ്ത്രീയുടെ മുഖത്ത് പ്രകാശം പരക്കുകയും പവിത്രയിലെ ചിരി മങ്ങുകയും ചെയ്തു. ആ, ഇപ്പം പിടികിട്ടി, മോളാണല്ലേ? എത്ര കാലമായി? അച്ഛൻ എങ്ങനെയുണ്ട് മോളെ? കൂടുതൽ ഉത്തരമൊന്നും നൽകാതെ ഇരുവരും മൗനമായി നടക്കവേ മറിയ പതിഞ്ഞ സ്വരത്തിൽ ചിരിക്കുകയായിരുന്നു. ദയവ് ചെയ്ത് ഇനി അത് പറയരുത്. ഒരു വിങ്ങലോടുകൂടി പവിത്ര അപേക്ഷിക്കവേ അവളിലെ അഴൽ തോഴിയുടെ ആസ്യത്തിലും പ്രതിഫലിച്ചു. പോട്ട് ഇനി പറയില്ല. മറിയ പവിത്രയുടെ കവിളുകളിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. ഒരുപാട് നടന്നതിൽ പവിത്രയേക്കാൾ മറിയ നന്നെ ക്ഷീണിച്ചിരുന്നു. പഴയ ഓർമ്മകളുടെ കവാടത്തിനുള്ളിൽ ഇരുവരും പ്രവേശിക്കവേ ഓർമ്മകളുടെ ശവപ്പറമ്പെന്നോണം മുറ്റത്തെ പൂഴിയുടെ മുകളിലൂടെ കൃത്രിമ കുമ്മായക്കൂട്ടിൻ്റെ ഒരു തളമായിരുന്നു. ഒരു വിപ്ലവത്തിൻ്റെ രക്തസാക്ഷി എന്നോണം നിലകൊണ്ടിരുന്ന ആ പാവം ഭവനത്തെ ഇരു തോഴിമാരും ആശ്ചര്യഭാവത്തിൽ നോക്കി നിന്നു. അപകടത്തിൽ കണ്ണു നഷ്ടപ്പെട്ട ഒരാളുടെ മുഖം പോലെ സുന്ദരമായ ആശാരപ്പണികളുള്ള തറവാടിൻ്റെ ഒരു ഭാഗം നഗരമാലിന്യങ്ങളുടെ ഒരു ശേഖരമായിരുന്നു. കണ്ടപാടെ പവിത്ര നിന്ന് വിങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് വായിച്ചെടുത്ത തോഴി അവളെ നിശബ്ദം തലോടിക്കൊടുത്തു. ആളൊഴിഞ്ഞ വീടിനുള്ളിൽ ശുനകന്മാർ, പൂച്ചകൾ, പല്ലികൾ, പാറ്റകൾ, എട്ടുകാലികൾ, മരപ്പട്ടി മുതലായ ജീവജാലങ്ങൾ സന്തുലിതാവസ്ഥയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. വരാന്തയിലെ തറയിലിരുന്ന് അനുജൻ്റെ ചില്ലിട്ട ഛായാചിത്രത്തിൽ നോക്കി വളരെ ഉച്ചത്തിൽ പവിത്ര പൊട്ടിക്കരഞ്ഞപ്പോൾ മറിയ നിശബ്ദം മാറി നിന്നു. കുളത്തിൽ കാലുമിട്ട് മാമ്പഴങ്ങൾ തിന്നു തീർക്കുമ്പോൾ ഇരുവരുടെയും കാലുകളിലെ അഴുക്കുകളെ ചെറിയ മീനുകൾ വന്ന് ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ തെറാപ്പിക്ക് സിറ്റിയിൽ എന്താ ചാർജെന്നറിയാമോ നിനക്ക്? തോഴിയുടെ വാക്കുകളെ കേട്ട് മന്ദഹസിച്ചുകൊണ്ട് നീലാകാശത്തിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു പവിത്ര. ഒരു ദശകത്തോളം പരസ്പരം എഴുതുക മാത്രം ചെയ്തിരുന്ന തോഴിമാർ പങ്കുവെക്കാൻ വിട്ടുപോയ പല വർത്തമാനങ്ങളും പങ്കുവെക്കവേ നേരം പോയതറിഞ്ഞില്ല. ഇരുവരും തിരിച്ചു പോകുവാനായി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിശബ്ദം കാത്തുനിന്നു. അപ്പോൾ ഇനി എന്നാണ്? താൻ ചോദിക്കാതെ മാറ്റിവെച്ചിരുന്ന പ്രശ്നം തോടിയെടുത്തിടവേ വീണ്ടും പവിത്രയുടെ നയനങ്ങൾ നിറഞ്ഞു. വിദൂരത്ത് നിന്ന് വണ്ടി വരവേ സ്ഥലപ്പേര് വായിച്ചെടുത്ത മറിയ പറഞ്ഞു, ഇതിൽ കയറിയാൽ നിനക്ക് എളുപ്പം നിലയത്തിലേക്ക് പോകാം. കയറുന്നുണ്ടോ? ഒരുമിച്ച് പോകാൻ നിന്നാൽ ഇനിയും നിനക്ക് താമസിക്കും. അപ്പം നീയും എന്നെ ഒറ്റയ്ക്കാക്കുകയല്ലേ? ക്ഷുഭിതയായി കരഞ്ഞുകൊണ്ട് പവിത്ര വാഹനത്തിൽ കയറവേ നിസ്സഹായയായ തോഴി അവളെ നിറനയനങ്ങളോടെ നോക്കി നിന്നു.